ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പരിശുദ്ധ സഭ കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് മൂന്നാം പ്രഭാതമാണ്. നമ്മുടെ നിരാശകളും തകർന്ന തരിപ്പണമായി മേൽഗതിയില്ല, ഇനി ഒരു രക്ഷയില്ല, ഇനി ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തകർന്ന തരിപ്പണമായ മനസ്സിടിഞ്ഞു പോയതായ ഒറ്റപ്പെടലിൻ്റെ, ഏകാന്തതയുടെ, നിരാശയുടെ അത്തരത്തിലുള്ളതായ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുതമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഓർക്കാം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. അങ്ങനെ ഭയപ്പെടാതിരിക്കുവാൻ തക്ക വിധം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാൻ തക്ക വിധം ദൈവം സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പുരോഹിതനിലൂടെ പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തകർന്ന തരിപ്പണമായ നമ്മുടെ എല്ലാം മനസ്സിടിഞ്ഞ, ഇനി ഒരു മേൽഗതിയില്ലെന്ന് നമ്മൾ പോലും ചിന്തിക്കുന്ന മേഖലകളിലേക്ക് ആ സമാധാനം വന്നു ചേരാൻ, ഒറ്റപ്പെട്ടു പോയ നമ്മുടെ എല്ലാ തലങ്ങളിലേക്കും, അസ്വസ്ഥമായിരിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും ആ സമാധാനം എത്തിച്ചേരുവാൻ വിശുദ്ധ കുർബാനയിൽ നിന്നും ഈ തിരുവചനങ്ങളിൽ നിന്നും ആ ഒരു അഭിഷേകം വലിയ ഒരു നീരുറവയായി, വലിയൊരു കുത്തൊഴുക്കായി നമ്മളിലേക്ക് ഒഴുകുന്നു എന്ന്, അത് നമ്മുടെ എല്ലാ മേഖലകൾക്കും ഒരു ഉണർവ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ ഇതാ ഈ വാഗ്ദത്ത വചനത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുവാൻ തക്ക വിധം നമുക്ക് ഒരു ആമീൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുന്ന മണിക്കൂറിൽ കുറച്ചുകൂടി വിശ്വാസകൃപയിൽ, പ്രാർത്ഥനാ ചൈതന്യത്തിൽ, വചനാഭിഷേകത്തിൽ ജ്വലിക്കുവാനും കുറച്ചുകൂടി നല്ല ജീവിതം നയിക്കുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് ഇടയായി തീരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.